വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുധാൻമയ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡാൻസ് ആൽബത്തിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അതിനുശേഷം നമുക്ക് ഇപ്പോഴാണ് ലോങ് വീഡിയോയ്ക്ക് വേണ്ടി അവസരം കിട്ടിയത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകുകയെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളതെന്ന്. നമ്മൾ കൊല്ലത്ത് കാട്ടിൽ മേക്കതി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ നമുക്ക് മണി കെട്ടാൻ പറ്റും. അതേപോലെ ഇത് മിക്കവർക്കും അറിയാമായിരിക്കും അല്ലേ? കാരണം മിക്കവർക്കും തന്നെ അറിയുന്ന അമ്പലമായിരിക്കും കാട്ടിൽ മേക്കതി. അപ്പം അവിടെ പോയിട്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടി നേർന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. സോ പൊങ്കാല ഇടാമെന്നാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. പിന്നെ മണി കെട്ടണം. അപ്പം ഞാൻ ഓർത്തു വന്നാൽ പിന്നെ വ്ളോഗായിട്ട് എടുക്കാൻ നിങ്ങൾ എല്ലാമൊക്കെ പരിചയപ്പെടട്ടെ എന്നൊക്കെ ഓർത്തു. സോ ഗൈസ്, അപ്പം നമുക്ക് വണ്ടി കയറിയിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടിയിൽ കയറി. വണ്ടി കയറിയിട്ട് ഇരുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് പോകുന്നത്. എന്നാലേ നമ്മൾ 6 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തത്തുള്ളൂ അല്ലേ? 6 മണിയായിട്ട് എത്തിയിട്ട് നമ്മൾ അവിടെ എന്തായാലും തിരക്കായിരിക്കും. അപ്പം ആദ്യം നമ്മൾ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ടേ. അപ്പം അപ്പം നമ്മളെന്തായാലും ഇറങ്ങിയിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന്. നമ്മൾ 4 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. കുറച്ച് 4 മണിക്ക് തന്നെ ഇറങ്ങാൻ പറ്റി അല്ലേ അണ്ണ? അതെന്തോ മിറാക്കിളാണ്. സോ ഗൈസ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയായിരുന്നു. കാരണം ഞങ്ങൾ രാത്രി കിടന്നത് 11 മണിക്ക്, എഴുന്നേറ്റത് 2:30-3 മണി ആ ഒരു ടൈം ആയപ്പോഴാണ്. സോ ഇപ്പം കുറച്ച് സമയത്തിൽ നമ്മൾ ഉറങ്ങിയോളൂ. 2:30 സരിതാമ്മ 1:30 എഴുന്നേറ്റ്. ഞങ്ങൾ 2:30-ക്കാണ് എഴുന്നേറ്റ്. അപ്പം നമ്മൾ അമ്പലം എത്തിയില്ലേ? ഇത് എത്തി ഗൈസ്. എത്തി. ഓക്കെ, അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തായാലും ഇനി അമ്പലത്തിൽ എത്തിയുള്ള ബോട്ട് ജെട്ടി നമ്മൾ കയറിയിട്ട് വേണം, ജെട്ടിയിൽ കയറിയിട്ട് വേണം നമ്മൾ ജങ്കാറിൽ കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ അപ്പം ജങ്കാറിൽ ഇനി കയറണം. അപ്പം കുറേ നാളായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഒരിടയ്ക്ക് മിക്ക ടൈമിലൂടെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായി, സൗദിക്കൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. കുറേ നാളായി വന്നിട്ട്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാളായില്ലേ? സോ അപ്പം നമുക്ക് എന്തായാലും ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ആള് നമ്മളിവിടെ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ പൊങ്കാല ഇടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നല്ല അതെ ഗൈസ്, അടുത്ത ജങ്കാർ അവിടെ നിന്ന് വരുന്നുണ്ട്. അതിന് മുമ്പേ അവിടെ എത്തും. ഞങ്ങൾ അവിടെ എത്തുവാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്ന ജങ്കാറാണ്. അതേപോലെ വെള്ളമുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് അപ്പുറത്തോട്ട് കടന്നാലേ നമുക്ക് വീട് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ ഫസ്റ്റ് ജങ്കാർ അങ്ങോട്ടും പോയി കളിക്കുക. അതേപോലെ വെള്ളം ദാ അവിടെ ഉണ്ട്, കാണാമെന്ന് എനിക്കറിയാം. വെള്ളം, അതേപോലെ നമ്മുടെ ജങ്കാർ. പിന്നെ അവിടെ ആൾക്കാരെല്ലാം നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ആൾക്കാരും ഇല്ല ഗൈസ്. ഇതാണ് നമ്മുടെ ലോഡ്ജിക്കാർ, ഇതാണ് നമ്മുടെ മണിക്കുട്ടൻ, പിന്നെ ഇവിടെ ഞാനും. ഗൈസ്, നമ്മളിപ്പോൾ ജങ്കാറിൽ കയറി. അപ്പോൾ അതാ ജങ്കാറിലാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും ഫ്രണ്ടിലെ ഒരു സ്ഥലത്ത് വന്നേക്കണം. ഇവിടെ അങ്ങനെ ആൾക്കാരില്ല. സോ അപ്പം ക്യാപ്റ്റൻ അപ്പോൾ നമുക്കിനി അവിടം വരെ പോകണം. അവിടെ ഒരു സ്റ്റെപ്പ് പോലത്തെ സംഭവം ഉണ്ടോ നിങ്ങൾ? അപ്പോൾ നമുക്ക് അവിടം വരെയാണ് പോകേണ്ടത്. അപ്പം പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ എടുത്തോണ്ടാണ് പോകണം. ചട്ടി അവിടെ ഉണ്ട്. ചട്ടി സാധനങ്ങളൊക്കെ എടുത്തോണ്ടാണ് പോണേ. സോ ഗൈസ്, ജങ്കാർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തം സാൻഡാണ് ഗൈസ്. ഒരു അമ്മച്ചി വിറകം പിടിച്ചുകൊണ്ടാണ് നടക്കണത് ഗൈസ്. അപ്പം അമ്മയുടെ കാല്. അപ്പം ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ കടല്, അപ്പുറത്തും ഇതിൻ്റെ ചുറ്റും കടലാണ് ഈ അമ്പലത്തിൽ. അപ്പം ഞങ്ങൾ കടലിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. കടയിൽ പോകാൻ വേണ്ടിയിട്ടല്ല വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും കടലിലും പോകും. അപ്പം കുറേ നാളായതുകൊണ്ട് തന്നെ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സോ ഗൈസ്, സരിതാമ്മ ഇവിടെ. അപ്പം ഞാനും സരിതാമ്മയും അമ്മച്ചിയും മണിക്കുട്ടനും മധുവച്ചനും ആണ്. അതൊക്കെ കിട്ടൂടെ? ഇവിടെ കടയൊക്കെ ഉണ്ട്. സോഡ സർബത്ത്, കുൽക്കി സർബത്ത്,
ജ്യൂസ് അപ്പം എല്ലാം കിട്ടും. സോ ഗൈസ് അപ്പം എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ പൊങ്കാലയ്ക്ക് അവിടെ സ്ഥലമൊക്കെ പിടിച്ചിട്ട് കാണാം. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ വേറെ അങ്ങനെ ആരും കവറൊന്നും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. ഗൈസ് നമ്മൾ മണി മേടിക്കാൻ വേണ്ടിയിട്ട് മണി മേടിക്കാൻ നമുക്ക് റെസിപ്റ്റ് വേണം. റെസിപ്റ്റ് കൊണ്ടുപോയി അവിടെ കാണിച്ചാൽ അവർ നമുക്ക് മണി കയറത്തുള്ളൂ. എന്നിട്ട് അവിടെ കെട്ടിയിട്ട് വേണം പിന്നെ അമ്പലത്തിൽ കയറി തൊഴണം. പിന്നെ പൊങ്കാല ചെയ്യാൻ തുടങ്ങണം. അപ്പം അങ്ങനെയൊക്കെ പരിപാടികളുണ്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ മണി കെട്ടിയിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനത് ലാസ്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചിലപ്പോൾ വരും കേട്ടോ, എനിക്കറിയില്ല. സോ ഗൈസ് ഇനി പൊങ്കാലയാണ്. തൊഴുന്നൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല, മണി കെട്ടുന്നതും എടുക്കുന്നില്ല. അതവിടെ എടുത്ത് ശരിയാവത്തില്ല, അവിടെ കുറേ തിരക്കാണ്. അപ്പം ഇനി പൊങ്കാല ഇടാറുണ്ട് ഞാൻ വീഡിയോ എടുക്കാം. ഗൈസ് നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതും മണിയൊക്കെ കെട്ടിയതിന് ശേഷം നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് പൊങ്കാല ഇടുന്നത്. അപ്പം ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. സുഹാസെല്ലാം ഇവിടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മണിക്കൊണ്ടാണ് പറയുന്നത് കടൽ കാണിച്ചു തരാമേ. ഇതുവഴി നമുക്ക് പുറത്തോട്ടൊരു വഴിയുണ്ട്. ഇതുവഴി നോക്കിയാൽ നൈസ് വ്യൂ ആണ്. പക്ഷെ ഇവിടെ നിന്ന് റീൽസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും. കണ്ടോ നല്ല വ്യൂ ആണ് അവിടെ. അതേപോലെ അതാണ് കാണാം കടൽ. അവിടെ ഇങ്ങനത്തെ സംഭവം അതിൻ്റെ പൊക്കത്തൊക്കെ നിർമ്മിക്കുന്നത്. സോ ഗായ്സ് അപ്പം ഇനി എന്തായാലും പൊങ്കാല നമ്മൾ ഇടാൻ തുടങ്ങുകയാണ്. അപ്പം തുടങ്ങി കുറച്ച് എടുക്കാണ് ഗൈസ് പരുന്ത്. നമ്മൾ പൊങ്കാല ഇടാൻ തുടങ്ങി. നമ്മൾ 3 പൊങ്കാല ആട്ടോ ഇടുന്നത്. ഒന്ന് അമ്മച്ചി, ഒന്ന് സരിതാമ്മ, പിന്നെ ഒന്ന് അമ്മച്ചിയുടെ അനിയൻ്റെ ഭാര്യയാണ് ഇടുന്നത്. അതായത് അതെ. അപ്പം നമ്മളെന്തായാലും ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കാണാം. ഗൈസ് 2 പൊങ്കാല പൊങ്ങി, ഒരെണ്ണം പൊങ്ങിയിട്ടില്ല. ഗൈസ് ഞാനും മണിക്കൊണ്ട് ഇട്ടാണ്. ഇത് പൊങ്ങിയിട്ടില്ല. ഇതും ആരിട്ടത് എനിക്ക് തോന്നുന്നു സരിതാമ്മയുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത് പൊങ്ങിയിട്ടില്ല ഇതുവരെ. ഇത് പൊങ്ങി, ഇതും പൊങ്ങി. അപ്പം നമുക്ക് എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഗൈസ്. പൊങ്ങുമ്പോൾ കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ പൊങ്കാല ഇത് ഞാനും മണിക്കൂറിനും അരിയിട്ട പൊങ്കാലയും പൊങ്ങിയിട്ടുണ്ട്. അരിയിട്ട പൊങ്ങിയിട്ടുണ്ട്. പൊങ്കാല പൊങ്ങിയെന്ന് പറയാൻ പറ്റില്ല. സോ ഇവിടെ ഭയങ്കര ക്രൗഡായതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. മിക്കവാറും ഞാൻ ഇതൊക്കെ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും ഗൈസ്. എന്തായാലും നമ്മൾ അങ്ങനെ ഗൈസ് നമ്മൾ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല വെയിലുണ്ട് ഗൈസ്. വെയിൽ ഏത് ഡയറക്ഷനിലാണ് പിന്നെ ഇങ്ങനെയാണ് തോന്നുന്നു. പൊങ്കാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം എടുത്ത് വയ്ക്കണം. അപ്പോൾ കുറച്ച് ആൾക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുത്തു. നമ്മൾ 3 പൊങ്കാലയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് ഒരെണ്ണം തീർന്നു, ബാക്കി 2 ഉണ്ട്. ഒരെണ്ണം എന്താ മണിക്കൂട്ടം കഴിക്കുന്നു, ഒന്നിൻ്റെ പകുതി ഞാൻ കഴിച്ചു. ചെറുതാമത് അവിടെ കഴിക്കുകയാണ്. മണിക്കൂട്ടം വരുന്നുണ്ട് അല്ലേ. സോ ഗായ്സ് അപ്പോൾ ഇനി ബീച്ചിൽ പോകണം. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കെട്ടിഞ്ഞിട്ട് പാട്ടുണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിൻ്റെ വെള്ളത്തിലൂടെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഗായ്സ് നമ്മളിവിടെ അമ്മച്ചി കടൽ കാണാൻ വന്നേക്കാണ്. ഇത് കണ്ടു ഗായ്സ്. ഇത് നമ്മൾ പൊങ്കാലയുടെ സ്ഥലത്ത് നിന്ന് ഇവിടെ തൊട്ടടുത്താണ്. അപ്പം നമ്മളിങ്ങോട്ട് വന്നതാണ്. നല്ല ഇതാട്ടോ. അപ്പൊ നമുക്ക് എനിക്ക് അവിടെ ഒന്ന് റീൽസ് എടുക്കണം. അവിടെ ഒന്ന് എടുത്താലോ, കാടിന്റെ അവിടെ. അങ്ങനെ നമ്മളെ ബീച്ചിന്റെ ആ ഒരു പോർഷനിലേക്ക് അവിടെ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. വേറൊരു പോർഷൻ ഉണ്ട്. ആ പോർഷനിലെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. സരിതാമ്മ മണിക്കൂറിന് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഞാൻ 2 റീൽസൊക്കെ എടുത്തു. അപ്പം റീൽസ് എടുത്തു. അതുകൊണ്ട് പിന്നെ ഇവന് പേടിയാണ്ട് ഇവൻ പെട്ടെന്ന് പോകാമെന്നൊക്കെ പറയാമായിരുന്നു. അപ്പം അങ്ങനെ
ഇതായിരുന്നു ഗൈസ്. അതുകൊണ്ട് എനിക്കിങ്ങനെ അവിടെ വന്നിട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. ആപ്പാടെ കിട്ടിയൊരു റീൽസാണ്. അപ്പോൾ അത് നന്നായിട്ടുണ്ടെങ്കിലേ ഞാൻ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ലെറ്റ്സ് സീ ഗൈസ്. ഇനി ബീച്ചിൽ ഇറങ്ങുവാണെങ്കിൽ അപ്പം ഞാൻ വീഡിയോ എടുക്കാമേ. സോ ഗൈസ്, നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോകണം. അപ്പോൾ നമ്മൾ തിരിച്ച് ജങ്കാറിലേക്ക് പോകാൻ വേണ്ടി നടക്കാൻ കുറച്ച് ദൂരം ഉണ്ട്. അതുകൊണ്ട് ഈ മണ്ണായതുകൊണ്ട് തന്നെ നല്ല പാടാണ് നടക്കാൻ. പിന്നെ ഞങ്ങൾ ഒരേ ഒരു ട്രിക്ക് നോക്കി. ഈ കാറൊക്കെ പോകുന്ന സ്ഥലമുണ്ട്, ഇവിടെ കാറൊക്കെ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ നേരെ കിടക്കണം. അപ്പോൾ ആ നേരെയുള്ള സ്ഥലത്ത് കൂടെ പോകണം. അപ്പോൾ അങ്ങനെ അത്രയും ബുദ്ധിമുട്ടില്ല. കുടിയ സ്ഥലത്ത് കൂടെ അല്ല പോകുന്നത്, നേരെയുള്ള സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇനി ജങ്കാറിലെത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇവിടെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ജങ്കാറിൽ കയറി. ജങ്കാർ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ നല്ല ഒച്ചയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം ഏകദേശം ടൈം 10 മണിയായി. ആൻഡ് പ്ലസ് പോയിന്റ് ഈസ് ഗൈസ്, നമ്മളിതുവരെ ഒന്നും കഴിച്ചില്ല. അതായത് നമ്മുടെ പൊങ്കാല കഴിച്ചില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. കാരണം 4 മണിക്ക് ഇറങ്ങിയതല്ലേ, അതുകൊണ്ട്. സോ അപ്പം നമുക്ക് ഇനിയുള്ള ഗോളല്ല, നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ കഴിക്കാൻ പോവുക എന്നുള്ളതാണ് അല്ലേ. ഞങ്ങൾ ആപ്പാടെ കഴിച്ചത് എന്താണെന്നറിയോ? കപ്പലണ്ടി കഴിച്ചു. കപ്പലണ്ടി കഴിച്ചില്ലല്ലോ. ഇവൻ കഴിച്ചില്ല. ഇവൻ പിന്നെ ബ്രെഡ് കഴിച്ചു, ബ്രെഡ് ജാമും കഴിച്ചു. കപ്പലണ്ടി ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ 2 മോതിരം വാങ്ങി. അത് ഞാനാണെങ്കിൽ ഒരു വള കാണിച്ചു. അത് നാളെ പറമ്പിൽ കിടക്കുന്നതാണ് ഗൈസ്. അയ്യോ, എൻ്റെ മോതിരം അതിപ്പോൾ കാണുന്നില്ല. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാം. സരിതാമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. സരിതാമ്മ എന്തോ മേടിച്ചു? സരിതാമ്മ മോതിരം മേടിച്ചു. പിന്നെ വാളംപുളി നല്ല പുളി, ഫ്രഷ് പുളി. അതെ, ഫ്രഷ് പുളി, പുതിയ പുളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചാണ്. സോ 150 രൂപ. സോ ഗൈസ്, എന്തായാലും ഹോട്ടലിൽ കയറിയിട്ട് കാണാം. ഗൈസ്, ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ വന്നു. ഇവിടെ എന്തോ മാളാണോ സലാമിന്? എന്ത് കട ഇതെന്തോ ഒരു മിനി മാള് പോലത്തെ ഒരു സംഭവം. അപ്പോൾ കുറേ ഫ്ലോർ ഉണ്ട്. ആ ഫ്ലോറിൽ ഇങ്ങനെ നമ്മുടെ മാള് പോലെ കുറേ കടയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആര്യാസിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ വന്നേക്കാണ്. ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു, മണിക്കൂട്ടൻ പൂരി ഓർഡർ ചെയ്തു, സരിതാമ്മ ഊത്തപ്പം ഓർഡർ ചെയ്തു. അതേപോലെ അത് ശരിയാട്ടോ. പിന്നെ അമ്മച്ചി ഓർഡർ ചെയ്ത്? അമ്മച്ചി എന്തോ ഓർഡർ ചെയ്ത് എനിക്കറിയത്തില്ല. സോ ഗൈസ്, അപ്പം ഫുഡ് വന്നിട്ട് കാണാം. ഗൈസ്, നല്ല ടയേർഡാണ്. കാരണം നമ്മൾ 3-4 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. പിന്നെ കാറിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ബട്ട് സ്റ്റിൽ ടയേർഡാണ്. കുഴപ്പമില്ല. ഇന്ന് സ്കൂളിലൊന്നും പോയില്ല ഗൈസ്, സ്കൂളിലൊന്നും പോയില്ല. സോ എന്തായാലും ഫുഡ് വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഫുഡ് ഞാൻ ഓർഡർ ചെയ്തത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഞാൻ കഴിച്ച് പകുതി ആയിട്ടോ. നല്ല ചൂടുണ്ട്. വട നല്ല സാധനമാണ്, പൊളിയാണ്. ഇത് വട നല്ലതാണ്, എനിക്ക് വട ഇഷ്ടപ്പെട്ട്. സരിതാമ്മയുടെ പാവം വന്നില്ല ഗൈസ്. ഞങ്ങളുടെ എല്ലാവരുടെയും വന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും വന്ന് സരിതാമ്മയുടെ വന്നില്ല. സരിതാമ്മ ഊത്തപ്പം എന്ന് പറഞ്ഞ സാധനം ഓർമ്മയില്ല. നിങ്ങളുടെ നല്ല കഥ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം അത് ഞാൻ കഴിച്ചിട്ട് വരും. ഗൈസ്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഗെയിംസ് കളിക്കാമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നേരെ ഷൂട്ടിംഗ് സോണിൽ പോയി. അപ്പോൾ ഒരു 10 ഇത് നമുക്ക് ബുള്ളറ്റ്സ് തരും. അത് നമ്മൾ 8 എണ്ണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ മണിക്കൂട്ടനാണ് ഇത് ചെയ്തത്. അവൻ 3 എണ്ണമാണ് വെടി വെച്ചിട്ട് ഇട്ടത്. പിന്നെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഷൂട്ടൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഷൂട്ട് ചെയ്ത് മണിക്കൂട്ടൻ തോന്നുന്നു. മണിക്കൂട്ടനൊരു വില്യനായി.
റൈഫിൾ എടുക്കായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിനക്ക് ഇഷ്ടമുള്ളതാണെന്ന് വെച്ചെടുക്കാൻ. പക്ഷേ ശരിയാണ് ഗൈസ്, അവിടെ കൊറേ കണ്ണുണ്ടായിരുന്നു, നമുക്ക് ഏതും ചൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പറയട്ടെ, ആദ്യത്തെ ആ 2 എണ്ണത്തിന് മാത്രമേ ബലൂൺ കിട്ടി. ആദ്യത്തെ 2 എണ്ണത്തിന് മാത്രമേ വെയിറ്റ് ഇല്ലാത്തതുണ്ടായിരുന്നുള്ളൂ. ബാക്കിയില്ലാത്തതിന് ഞങ്ങൾക്ക് 2 കൂടെ പൊക്കാൻ പറ്റാത്ത വെയിറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, നമ്മള് വീടെത്തിയപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി, അതായത് നമ്മുടെ വൈക്കത്തെ വീട്ടില് പുതിയൊരു അതിഥിയും കൂടെ വന്നിട്ടുണ്ട്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നലെ കുത്തിവെക്കാൻ പോയതേ. അതെ, അതുകൊണ്ടാണ് ഇത്ര സൈലന്റ് കേട്ടോ. ഇവര് എത്ര മാസം ഏട്ടാ? 3 മാസം. 3 മാസം. ഇത് നമ്മുടെ ടൈഗറാണിത്. ഇവന്റെ പേര് ടൈഗർ എന്നാട്ടാ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ടൈഗർ. ഇതിനെ ഇവിടെ കൊണ്ടുപോകാനായിട്ട് ഏകദേശം 2 വീക്സ് ആയി. അപ്പൊ ഇതിന് 3 മാസം പ്രായമായിട്ടുണ്ട്. അപ്പൊ നമ്മള് മീക്കോയിനെ എവിടെ നിന്നാണ് വാങ്ങി, അവിടെ നിന്ന് തന്നെയാണ് ഈ ടൈഗറിനെ വാങ്ങി. അപ്പൊ മീക്കോയ്ക്ക് ഇപ്പൊ 6-7 മാസമായി അല്ലേ? 8 മാസം. 8ആയോ? 8 കൂടുതൽ മാസമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് സൗദി പോയപ്പോ ടൈമിലാണ് മീക്കോയിനെ പറഞ്ഞത്. പക്ഷെ ഇവൻ 3 മാസമായിട്ടുള്ളൂ. അപ്പം ആള് ഭയങ്കര പാവാണ്, സൈലന്റ് ആണ്. ഒറിജിനൽ പേർഷ്യൻ കളർ. പിന്നെ ഇവന് മീക്കോയും നമ്മൾ കമ്പനിയായിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ റിച്ചാണെങ്കിൽ അവനെ കുഞ്ഞാനപ്പൂല് പിടിച്ചത്. കുഞ്ഞാനപ്പൂല് പിടിക്കാൻ എനിക്കിപ്പോ വലിയ ധൈര്യമുണ്ട്. കുഞ്ഞാനപ്പൂല് പിടിച്ചത്. അപ്പൊ മീക്കോ ഫാൻസിനൊക്കെ മീക്കോ താണ്ട് എവിടെ ഉണ്ട് കേട്ടോ. മീക്കോയും അതേ പോണം. ഇപ്പം മീക്കോനെ ആദ്യം നമ്മൾ അയച്ചു വിടത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ അയച്ചു വിടും. പുറത്തോട്ടൊന്നും ഇറങ്ങി പോകത്തില്ല. ഗേറ്റ് തുറന്നിട്ടേക്കാണെങ്കിലും പുറത്തോട്ട് ഇറങ്ങി പോകത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇറങ്ങി പോയാലും തിരിച്ചു കയറി വരും. പിന്നെ ഇതാണ് അവരുടെ ബാഗ്. അവരെ കുത്തി വയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരിട്ടുകൊണ്ട് പോകുന്ന ബാഗാണിത്. അപ്പം അങ്ങനെ അവർക്ക് പിന്നെ അവരുടെ കൂടാണിത്. എന്താ ആ കാണുന്ന 2 സംഭവങ്ങൾ. സോ ഗൈസ്, അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ ടെമ്പിൾ വ്ളോഗ് എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ തൊട്ടടുത്തുള്ള ബെൽ ഞാൻ എവിടെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോട്ടിഫിക്കേഷൻ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ.